നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. അയ്യോ, സത്യഭാമയെ പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് നിന്ന് കെഞ്ചുന്നത് മോശമാ. നിങ്ങളെ പോലുള്ളവർക്ക് അത് ചേരില്ലാന്നേ. അത് മാത്രമല്ല, ഞാനിങ്ങനെ നിർത്തി പറയിപ്പിക്കുന്നത് ശരിയല്ല. പുറത്തുവിട്ടാൽ ഈ സാക്ഷികൾക്കെതിരെ വധശ്രമം വരെ നടത്താനുള്ള കഴിവും പ്രതിക്കുണ്ടെന്ന് മുൻകാല ചരിത്രം തെളിയിക്കുന്നതാണല്ലോ. ആരാണ് പരാതിക്കാർ? പബ്ലിക്കാണ് മാഡം. അപ്പൊ കരുതിക്കൂട്ടിയുള്ള പടപ്പുറപ്പാടാണ് അല്ലേ? മുയലിനോട് എതിരുന്ന പോലെ സിംഹത്തോട് ഏറ്റുമുട്ടാൻ പറ്റില്ലല്ലോ മാഡം. അതിന് സിംഹത്തെ തറപറ്റിക്കാനുള്ള തന്ത്രങ്ങളല്ലേ വേണ്ടത്. മേഡം ശ്രമിച്ചോ, പക്ഷെ കാര്യമില്ല. അത് തന്നെ എന്റെ കാര്യം. ഇതിന് പിന്നിൽ വലിയൊരു ചതിയും നല്ലൊരു വക്രബുദ്ധിയുള്ള ബ്രെയിനും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതാരാണെന്നും എന്താണെന്നും ഈ ശാലിനി വിഷ്ണു കണ്ടുപിടിച്ചിരിക്കും. വിഷ്ണുട്ടാ, ധൈര്യമായിട്ടിരിക്കെ. വിഷ്ണുവേട്ടൻ അധിക ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ല. ഒരുങ്ങി ഇറങ്ങുക ഈ ശാലിനി. അറിയാവുന്ന തന്ത്രങ്ങളൊക്കെ പയറ്റാൻ തയ്യാറാക്കി വെച്ചോ. ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും, ഒരിക്കലും മറക്കാത്ത വിധം. യെസ് മാഡം. തിളച്ചാണല്ലോടാ കളക്ടർ മേഡം പോകുന്നത്. നിന്നെ ഇറക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് ആ തിളപ്പങ്ങ് മാറിക്കോളും. എന്നാലേ അത് അടങ്ങും. ഹലോ, ആരാ? എന്താ? അങ്ങനെ ഓടിക്കറി പോകാനും പറ്റില്ല. ഞാൻ വിഷ്ണുവിന്റെ അമ്മയാ. വിഷ്ണു? അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഇല്ലല്ലോ. പോലീസുകാരനല്ല, ലോക്കപ്പിൽ കിടക്കുന്ന. അത് ശരി. ലോക്കപ്പിൽ കിടക്കുന്നവനെ കാണാനോ എത്ര അധികാരത്തോടെ കയറി പോകാൻ തുടങ്ങിയത്? അതെ, ഇത് പോലീസ് സ്റ്റേഷനാ, സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ല. ഇതാര്? സത്യഭാമയോ? എന്താടോ ഇയാൾ ആളറിയാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കാര്യമാക്കണ്ട കേട്ടോ. ഇവിടെ ഈ കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള വേർതിരിവൊന്നുമില്ല കേട്ടോ. എല്ലാരും തുല്യരാ. ദേ, ആ ഗാന്ധിജിയുടെ പടം കണ്ടോ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരേ ഒരു സർക്കാർ സ്ഥാപനം ഈ പോലീസ് സ്റ്റേഷനാ. എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം. അത് പിന്നെ ഒരാളിപ്പോ വിഷ്ണുവിനെ കണ്ടോട്ട് ഇറങ്ങി പോയല്ലേ ഉള്ളൂ. ഈ വാലേ വാലേ കാണിക്കാന്ന് വെച്ചാലേ അതെ ഞങ്ങളെ ചട്ടത്തിനൊക്കെ എതിരാ. പക്ഷെ ഈ സത്യഭാമയെ പോലുള്ള ഈ ആഠിത്യവും ഈ ആഭിജാത്യമുള്ള കുടുംബത്തിൽ നിന്നൊക്കെ ആൾ വരുമ്പോഴേ കാണാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. ഞങ്ങള് പോലീസുകാരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളെ. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. അയ്യോ, സത്യഭാമയെ പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് നിന്ന് കെഞ്ചുന്നത് മോശമാ. നിങ്ങളെ പോലുള്ളവർക്ക് അത് ചേരില്ലാന്നേ. അത് മാത്രമല്ല, ഞാനിങ്ങനെ നിർത്തി പറയിപ്പിക്കുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്, എന്നെ കൊണ്ട് ചെയ്യാവുന്നൊരു സഹായമുണ്ട്. സത്യഭാമ പോയി കണ്ടോ. നേരത്തെ ശാലിനി മേഡം വന്ന് കണ്ടുപോയത് ഞാൻ അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. ചെന്ന് കണ്ടോ. പിന്നെ ഇത് പക്ഷേ ഞാൻ എപ്പോഴും അങ്ങോട്ട് അനുവദിച്ചു തരില്ല കേട്ടോ.
അങ്ങനെ ഒരു നിയമം ഉണ്ടോ സാറേ? എന്താണോ? അടുപ്പിച്ച് രണ്ടുപേരും ഒന്ന് ലോക്കപ്പിൽ കിടക്കുന്നവരെ കാണാൻ പാടില്ലെന്ന്. എവിടുന്ന്? എടോ, ഈ സ്ത്രീ ഭയങ്കര അഹങ്കാരിയാടോ. പണം കൊണ്ട് എന്ത് നേടാനുള്ള ഭാവമുണ്ട്. ഞാനൊന്ന് ഭംഗിയായിട്ട് ചൊറിഞ്ഞു നോക്കിയതല്ലേ. എനിക്കും തോന്നി സാറേ. ആ, മോനെ വിഷ്ണു, മോനെ, എടാ എടാ, അമ്മ ഇന്ന് നോക്കടാ. എനിക്ക് കാണണ്ട ആരി. എടാ, പക്ഷെ എനിക്ക് കാണണം നിന്നെ. ഞാൻ നിന്റെ അമ്മയാ. ഒരു ദിവസം പോലും കാണാതിരുന്ന ചങ്ക് തകരുന്ന സ്വന്തം അമ്മ. എന്നെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാ. എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ? എന്റെ ഈ നിസ്സഹായാവസ്ഥ കണ്ട് ആഹ്ലാദിക്കാനോ, അതോ ഇനി എന്റെ തളർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാനോ? എടാ, ഇതുപോലൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തോണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത്. നല്ലൊരു ജീവിതം നിനക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് കിട്ടിയല്ലോ. നല്ലൊരു ജീവിതം തന്നെ കിട്ടി. പക്ഷെ തടവറയിലാണെന്ന് മാത്രം. കൂടാതെ പോലീസിന്റെ കാവലുമുണ്ട്. ജീവിതം സുരക്ഷിതം. എന്നെ ശല്യം ചെയ്യാതെ നിങ്ങൾ പോ. എന്റെ മകനിപ്പോ ഞാനൊരു ശല്യമായല്ലേ? അത് നീ തന്നെ പറയണോടാ. എന്റെ മോളേക്കാൾ കൂടുതൽ ലാളനയും സ്നേഹവും ഒക്കെ തന്നത് നിനക്ക് തന്നെ. ചെറുപ്പത്തിലെ നിന്റെ കുസൃതി മുതൽ അമ്മയ്ക്ക് മുഖം തരാതെ തിരിഞ്ഞു നിൽക്കുന്ന നിന്റെ ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടേയില്ല ശല്യം എന്നൊരു വാക്ക്. ഒരമ്മ അങ്ങനെ ചിന്തിക്കില്ല. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച വേദന ഓർത്തല്ല. മക്കളെന്നും അമ്മമാർക്ക് ജീവന്റെ ജീവനായിരിക്കും. നീ എനിക്കതിലേറെ പ്രിയപ്പെട്ടവനായിരുന്നടാ. അതുകൊണ്ട് ഇപ്പൊ നീ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഈ അമ്മയുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറുന്നത്. അമ്മമാർക്ക് വഴക്കിടാൻ പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.